here inside my house, and I'm speaking about my mom's sister, one Jalaja, and that bastard lady used to when I was there at my college, my everything will be proper when I was in Mangalapuram SDM Law College. And after when I came here, within 2 days my cheeks will become better. How like these, how these people will be doing something these smells used to do to make my cheeks look so fat actually. Okay. And what happened is, this criminal used to say that, this Jalja criminal used to say that, oh, chella chadi അപ്പോൾ ഇതൊക്കെ ഇവരുടെ എല്ലാം ഇവരുടെ ഇങ്ങനെ എന്താണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പണ്ടേ ഇങ്ങനെ നമ്മളെ റെഡിയാക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് പലരും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ അവളുടെ ഇളയ മോളുടെ കുറേ സ്റ്റെം സെൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെം സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അവളിങ്ങനെ പറയുകയാണ്, എൻ്റെ മോക്ക് തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ മോക്കിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ മോക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല, നീ നിൻ്റെ മോക്ക് അങ്ങ് വെച്ചിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ പ്രീ പ്ലാൻഡായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയൊക്കെ, പൈസയൊക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ ഇവളുമാർ. മനസ്സിലായില്ലയോ? ഇങ്ങനെ നീ നിൻ്റെ മോക്ക് വെച്ചിരുന്നാൽ മതി സ്റ്റെം സെല്ലും കുംസെല്ലും ഒക്കെ കേട്ടോടി. ഇങ്ങനെ ബോംബെയിലെ ഏതോ സ്റ്റെം സെൽ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് ഇവള്. ഈ ലോകത്താരും ചെയ്യാത്ത കാര്യങ്ങൾ ഇവളുമാരൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ പ്രീ പ്ലാൻഡ് ഈ കാര്യങ്ങളല്ല, വലിയ പ്ലാനോടുകൂടി ചെയ്യുന്നവളുമാരാണ് ഈ ജലജ. ഇവള് കുറേ എണ്ണം ഉണ്ട്. ഇപ്പം ജയ എന്ന് പറയുന്നവൾ അപ്പനെ ഇങ്ങനെ കുറേ നാൾ കണ്ണ് കാണാൻ വരുത്തിയിരുത്തി ഇങ്ങനെ കുറേ എല്ലാം വഹിച്ച് അയാളെ കണ്ണ് കാണാൻ വയ്യാതെ വർഷങ്ങളിരുത്തി. ഇപ്പം അമ്മച്ചിയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അമ്മച്ചിക്ക് ഇപ്പം ബോധവും പൊക്കണമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക എവിടെയോ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കാശിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പീഡിപ്പിച്ച് തിന്നുക ജോലി ഇവളുമാരുടെ, ഇങ്ങനെ പീഡിപ്പിച്ച് തീറ്റിയാണ് ഇവളുമാരുടെ ജോലി പാവങ്ങളെയൊക്കെ. ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഒത്തിരി ഉണ്ട് കുറേ പീഡിപ്പിച്ച, എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഉണ്ട്. കുറേ കണ്ണ് കാണാൻ വയ്യാതിരുത്തിയതും, ഒരു ആരെയാണ് നമ്മുടെ ഒരു കല്യാണി എന്ന് പറയുന്ന ഈ എൻ്റെ അമ്മയുടെ ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു. ആ അമ്മ ഇങ്ങനെ ഇതുപോലെ പുളിഞ്ചാണിലെ അമ്മ എന്നാണ് അവരെ വിളിക്കുന്നത്. പുളിഞ്ചാണിലെന്നാണ് വീട്ടുപേര്. ആ അമ്മ ഇതുപോലെ കണ്ണ് കാണാതെ വർഷങ്ങളിരുത്തി. അതുപോലെ അവരുടെ മോനെ ഇതുപോലെ രഘുനാഥൻ എന്ന് പറയുന്ന ആളിനെ ഇതുപോലെ കണ്ണ് കാണാതെ വർഷങ്ങളിരുത്തി. പാവങ്ങളെല്ലാം ഇങ്ങനെ ഇരുത്തി അവരുടെയൊക്കെ സങ്കടം കാണുമായിരുന്നു സത്യത്തിൽ. ഇവളുമാരുടെയൊക്കെ ഗുണം പിടിക്കാതെ പോത്തേ ഉള്ളൂ. ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് തിന്നാൻ നടക്കുക. പിന്നെ രാജമ്മ എന്ന് പറയുന്നവർക്ക് സർവ്വത്ര അങ്ങ് രോഗമാണെന്നാണ് പറയുന്നത്. അവർക്ക് തലയ്ക്ക് രോഗം, അവൾക്ക് തലച്ചോറിന് രോഗം, അവൾക്ക് കണ്ണിന് രോഗം, അവൾക്ക് പിന്നെ എന്തൊക്കെയാണ്, അവൾക്ക് നട്ടലിന് രോഗം, പിന്നെ താഴോട്ട് വരുമ്പം പിന്നെ അവൾക്ക് ഹെർണിയ രോഗം, പിന്നെ വൻകുടലും ചെറുകുടലും കൂടെ പിരിഞ്ഞു കിടക്കുന്നു. എന്തൊക്കെയാണ് കേൾക്കേണ്ടതെന്നറിയാം. പിന്നെ അസ്ഥിയില്ല അവൾക്ക്, പിന്നെ ആമവാദം, പിന്നെ ഇല്ലാത്ത വാദങ്ങളൊന്നുമില്ല അവൾക്ക്. അങ്ങനെ പല ഇതുമായിട്ട് നടന്നിങ്ങനെ തിന്നുക. പിന്നെ കണ്ണിന് രോഗം, തൈറോയ്ഡ് രോഗം, പിന്നെ പ്രഷർ, പിന്നെ സ്ട്രോക്ക് എന്ന് വേണ്ട ഈ ലോകത്തെ ഏതെല്ലാം ഉണ്ടോ രോഗങ്ങൾ അവൾക്കുണ്ട്. പിന്നെ അവളുടെ സംസാരമാണ് ജീവിതശൈലീ രോഗം എന്ന് പറഞ്ഞങ്ങ് നടക്കുക. ഇങ്ങനെ കുറേ മാഫിയ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പൈസ അടിച്ച് മാറ്റി തീറ്റി ഇവളുമാരുടെ ജോലി. ഇങ്ങനെ നടക്കുക നമ്മളെ ഇങ്ങനെ ഇതാക്കാനായിട്ട്. ഇങ്ങനെ ഇതൊക്കെയാണ് ഇവളുമാരുടെ ജോലി. ഇവർക്ക് കുറേ ജീവിതശൈലീ രോഗം ഉണ്ടെങ്കിൽ നട്ടലും ഇല്ല, അവർക്ക് മറ്റേതില്ല, അവർക്ക് അസ്ഥിയില്ല ഉസ്തിയില്ല എന്ന് പറഞ്ഞിങ്ങനെ. പക്ഷേ പോലീസുകാരൻ വന്നപ്പോൾ അവൾ റോക്കറ്റ് വിട്ട പോലെ ഇങ്ങോട്ട് വന്നത്, കൈയും കാലും ഒക്കെ കാണിച്ചിങ്ങനെ മുതുകള്ളി. ഇപ്പം അഡ്രസ്സില്ല. എൻ്റെ അമ്മയുടെ തിരക്കി അറിയാം, ഇത് എവിഡൻസാണ്. എൻ്റെ അമ്മയുടെ ട്രഷറിയിൽ ഈ പന്നച്ചിയുടെ നമ്പർ കൊടുത്തിരുന്നു. എൻ്റെ അമ്മയുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് എൻ്റെ അമ്മയുടെ നമ്പർ കൊടുക്കേണ്ടടുത്ത് ഇവളുടെ 85 എന്ന് പറഞ്ഞ 9107 ലാസ്റ്റ് ചെയ്യുന്നത്. ഈ നമ്പർ OTP പോകണം, എൻ്റെ അമ്മയുടെ OTP പോകുന്ന ഇവിടെ നമ്പറിലോട്ട്. ഇവളാരാ? നീ ആരാ എൻ്റെ അമ്മയുടെ OTPക്കൊക്കെ വരാൻ? നീ എന്തൊക്കെ കള്ളത്തരവാടി കാണിക്കുന്നത്? നീയും രാജേഷ് എന്ന് പറയുന്നവനും എല്ലാം കൂടി എൻ്റെ അമ്മയുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തോന്നിയാസം കാണിക്കുക. ഇതൊക്കെയാണ് ഇവളുമാരുടെ മുതുക്കള്ളികളെ. ഇങ്ങനെ കയറി ഇരിക്കുക ഇവിടെ ഓട്ടിച്ചിറക്കി ഇവിടുന്ന് ഓട്ടിച്ച് വിട്ടവളെ ഇവിടെ കയറി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നടക്കുമ്പോൾ 2 ബക്കറ്റും കൊണ്ടേ നടക്കത്തുള്ളൂ. ഇവിടെ ഈ സ്ലോ ആക്ടിങ് പോയിസണൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അത് താത്തു വയ്ക്കത്തില്ല പക്ഷേ ഇതിനകത്ത് ഏതാണ്ടെല്ലാം പോയിസണൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, വേറെ ആരും കാണരുത്, വേറെ ആരും തപ്പരുത് എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ കുളിമുറി പോകുമ്പോഴും ഈ 2 തൊട്ടിയും കൊണ്ടാണ് പോകുന്നത്. കുളിമുറിയിൽ ഇഷ്ടംപോലെ തൊട്ടിയും ഇതുമെല്ലാം നമുക്കുണ്ട്. കുറേ പേപ്പറും ഒക്കെ വെച്ച് മൂടിക്കെട്ടി ഒരു 2 തൊട്ടിയുമായിട്ട് ഇവിടെ വന്നിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഈ തൊട്ടിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നടപ്പാ ജോലി, മൂടിക്കെട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പാ ജോലി ഇവളുടെ. ഏതാണ്ടല്ലേ സ്ലോ ആക്ടിങ് പോയിസണും മറ്റേതും മറിച്ചതും എല്ലാമായിട്ട് അങ്ങ് നടപ്പാ. അതുപോലെ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിജുപി എന്ന് പറയുന്നവൻ, അവന് എന്തോ മയക്കുന്ന സാധനം, അവന് മയക്കുമരുന്നിൻ്റെ പരിപാടികൾ, മയക്കൽ പരിപാടികൾ. അമ്മമാർക്കെല്ലാം ഉണ്ട്. മോഹൻ സിംഗ് ഇങ്ങനെ കൂട്ടർക്കെല്ലാം മയക്കൽ പരിപാടികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മയക്കാൻ ജ്യൂസിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സുനിത എന്ന് പറയുന്നൊരു ഒരക്ക ഉണ്ടായിരുന്നു. ആ അക്കയോട് ചോദിച്ചു, ദീപയ്ക്ക് മയക്കാൻ
ജ്യൂസിനകത്ത് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ പന്തളം ജോസ്കോയിലൊക്കെ 18 ദിവസമൊക്കെയാണ് നമ്മളെ മയക്കിയിടൽ പരിപാടിയാണ് ഇവന്മാർക്കുള്ളത്. അതുപോലെ ഈ സുബ്രഹ്മണ്യൻ്റെ മോനെ കൊണ്ട് മയക്കിയിട്ടേച്ചെല്ലാം കാശൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവൻ, പക്ഷേ അവൻ്റെ പെണ്ണുപിള്ള വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് പ്രഗ്നൻ്റായി അവൾ പോകുന്നത്. നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. എന്നിട്ട് ഇവിടെ എല്ലാം നാട്ടിപ്പാട്ടാക്കുന്ന അവൻ്റെ അല്ലെന്ന് പറയാനൊക്കെ കോമയെ കിടന്നവൻ ഉടനെ പ്രഗ്നൻ്റ് ആക്കിയെന്ന് ഭാര്യയെ. ഇതുപോലുള്ള കള്ളത്തരം. അപ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം, ഒരു കോമയോ അല്ല അവനെ. നമ്മൾ പോയി കണ്ടതാണ്. അന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കുക, മൂക്ക് ചൊറിയുന്നവൻ കോമയെ കിടക്കുവാന്നോ? ബ്രെയിനിന് കുഴപ്പം വരുമോ മൂക്ക് ചൊറിയുന്നവന്? നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട്, മൂക്കെ തൊടുന്നത് ടെസ്റ്റ്, ഈ ബ്രെയിനിൻ്റെ ഇത് നോക്കുന്നത്. അപ്പോൾ അത് നല്ല ഒന്നാന്തരമായിട്ട് മൂക്കെ തൊടുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അങ്ങനെ വരിക വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെയാണ്. എൻ്റെ വീട്ടിൽ ആരുമില്ല, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ കുരുടന്മാരെ ഒന്നും പിടിച്ച് വെച്ചിട്ടുമില്ല. ഇവിടെ കുരുടന്മാരെ ഒന്നും കയറ്റുന്ന സ്ഥലമല്ല. കുരുടനെ പോകുന്നത് സൽപ്പവല്ലി എന്ന് പറയുന്ന അവളാ കുരുടനെ പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ അല്ല, ഞങ്ങളുടെ വീട്ടിലല്ല.